സനാതനധർമ്മം പിന്തുടരുന്നവർ സസ്യാഹാരം മാത്രം കഴിക്കണമെന്നുണ്ടോ? ഒരിക്കലുമില്ല. സസ്യാഹാരം കഴിക്കേണ്ടവർ സസ്യാഹാരം കഴിക്കട്ടെ, മാംസാഹാരം കഴിക്കേണ്ടവർ മാംസാഹാരം കഴിക്കട്ടെ. സസ്യാഹാരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്ന് നമ്മൾ പറയില്ല. ഞാൻ സസ്യാഹാരം അറിഞ്ഞുകൊണ്ട് കഴിക്കുന്നുള്ളൂ. അറിഞ്ഞുകൊണ്ട് ഞാൻ മാംസാഹാരം കഴിക്കുന്നില്ല. അറിഞ്ഞുകൊണ്ട് ഇതല്ലേ പറയാൻ പറ്റും. മനസ്സിലായില്ല? എവിടെ നമുക്ക് എന്തെല്ലാം കഴിക്കുന്നത്. അപ്പം നമ്മൾ അരി എന്ന് പറഞ്ഞ് വാങ്ങുന്ന സാധനം തന്നെ ജനറ്റിക്കലി പരിവർത്തനം വരുത്തപ്പെട്ടതാണ് പലപ്പോഴും. ഗോതമ്പ് പലതും നമുക്ക് കിട്ടുന്നത് ഫോർട്ടിഫൈഡ് ആണ്. എന്തൊക്കെ ചെയ്തിട്ടാണ് ഈ ഫോർട്ടിഫിക്കേഷൻ പ്രോസസ് നമുക്കറിയില്ല. അറിയാത്ത എങ്ങനെയാ പറയില്ല. അധിക വസ്തുക്കൾ ഇപ്പോൾ ഫോർട്ടിഫൈഡ് ആയിട്ടാണ് കിട്ടണം. ചാക്കിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും അരി ഫോർട്ടിഫൈഡ് റൈസ്. ചാക്കുമ്പോൾ നോക്കോളൂ, എന്ത് വെച്ചിട്ടാണ് നമ്മുടെ ഫോർട്ടിഫിക്കേഷൻ പ്രോസസ് നമുക്കറിയില്ല. അതുകൊണ്ടാണ് പറയണത് അറിഞ്ഞുകൊണ്ട് മാംസം കഴിക്കുന്നില്ല, അറിഞ്ഞുകൊണ്ട് ഞാൻ സസ്യമേ കഴിക്കുന്നുള്ളൂ. പക്ഷേ മറ്റുള്ളവർ കഴിക്കുന്നതിനെ എതിർക്കാൻ എനിക്ക് പറ്റുമോ? പറ്റില്ല, ഒരിക്കലും പറ്റില്ല. സസ്യാഹാരം മാത്രം കഴിക്കുന്നവരാണ് സനാതനധർമ്മികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ചെറിയൊരു വിഭാഗമായി ചെയ്യും. വളരെ ചെറിയൊരു വിഭാഗം. അത് അഭികാമ്യമല്ല. സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും ശക്തമായ പ്രചരണം ചെയ്ത പല മഹാത്മാക്കളെയും സന്യാസി ശ്രേഷ്ഠന്മാരെയും നമുക്ക് മാറ്റേണ്ടി വരും. വിവേകാനന്ദ സ്വാമികളെ പോലുള്ള. വിവേകാനന്ദ സ്വാമികളെ അടക്കം മാറ്റേണ്ടി വരും. നിങ്ങൾ ഹിന്ദു അല്ലാട്ടോ എന്ന് പറയേണ്ടി വരും. എന്താ കാരണം? നിങ്ങൾ മത്സ്യം കഴിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. മത്സ്യത്തിൻ്റെ പൂവ കഴിക്കുന്നതല്ല, അറിയാത്തത്. മത്സ്യത്തിൻ്റെ ഇലയോ എന്താ കഴിക്കാം? മത്സ്യത്തിൻ്റെ ചെറുത് പറഞ്ഞേക്കാം മത്സ്യമാംസങ്ങൾ കഴിക്കുന്നു. എനിക്ക് എത്ര ആലോചിക്കും മനസ്സിലായിട്ടില്ല. എന്തിനാ അങ്ങനെ പറയണേ? മത്സ്യത്തിൻ്റെ മാംസമല്ലേ കഴിക്കുക? മത്സ്യത്തിൻ്റെ പൂവ കഴിക്കുക, കായ കഴിക്കുക. മാംസം കഴിക്കണമെന്ന് പറഞ്ഞാൽ മതി, മത്സ്യം കഴിക്കണമെന്ന് പറയണ്ട. പലരും പറഞ്ഞ കേൾക്കാറുണ്ട് മത്സ്യമാംസങ്ങൾ കഴിക്കാൻ. കേട്ടില്ല? ആർക്കെങ്കിലും അതിൻ്റെ അർത്ഥം അറിയിച്ചാൽ പറഞ്ഞതോ? എന്നാൽ ഞാൻ ഈ വിട്ടിത്തരി പറയില്ലല്ലോ. കാരണം ആയിരക്കണക്കിന് സ്ഥലത്ത് ഇങ്ങനെ പ്രഭാഷണമൊക്കെ ചെയ്യുന്ന ഒരാളല്ലേ. അപ്പം നമ്മൾ വിട്ടിത്തരം പറയുന്ന കുറയ്ക്കണ്ടേ? എന്താണ് ഒരു വ്യത്യാസം? എനിക്കായിട്ട് മനസ്സിലായിട്ടില്ല. മാംസം കഴിക്കുക എന്ന് പറഞ്ഞാൽ മതി. മാംസത്തിൽ ഉൾപ്പെട്ടു പക്ഷിയുടേതായാലും മത്സ്യത്തിൻ്റെതായാലും മറ്റ് നാൽക്കാലികളുടേതായാലും ആറുകാലികളുടേതായാലും ഒക്കെ മാംസത്തിൽ പെട്ടതാണ്. എഴജന്തുക്കളുടേതായാലും പാമ്പ് തുടങ്ങിയവ, തേള്, പാറ്റ, എന്തൊക്കെയാ, പഴുതാര, ഈയാമ്പാറ്റ, എല്ലാത്തിനും കഴിക്കും മനുഷ്യൻ. അതിൻ്റെയൊക്കെ പൂവും കഴിക്കാൻ കഴിക്കുന്നത് അറിയാത്തതുകൊണ്ടാണ്. ഒക്കെ മാംസം തന്നെ. പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും മുനിമാർ, ഭഗവാൻമാർ എന്നിവർ മാംസാഹാരം കഴിക്കുന്നതായി പറയുന്നുണ്ടല്ലോ. ധാരാളമുണ്ട്. വിശദീകരിക്കണം എന്ന് അപേക്ഷിക്കുന്നു. എന്തിനാ വിശദീകരിക്കണം? ഉള്ളതാണല്ലോ. മഹർഷിമാർ എത്രയോ പേര് മാംസാഹാരം കഴിക്കുന്നതായിട്ട് പുരാണങ്ങളിൽ കാണുന്നുണ്ട്. എത്രയോ പേര്. എത്രയോ മഹാത്മാക്കൾ. എന്നിട്ട് എത്ര വരെയുണ്ട്? ഒരു മഹാത്മാവ് മാംസം കഴിക്കാൻ പോയെടുത്തത് മനുഷ്യമാംസം കൊടുത്ത് പറ്റിച്ചായിരുന്നു അസുരന്മാർ. മനുഷ്യമാംസം തന്നതിന് ശപിച്ചു. അപ്പം വേറെ മാംസം കഴിക്കായിരുന്നു, മനുഷ്യമാംസം ആയതുകൊണ്ട് ശാപം കൊടുത്തു. ഇതെന്താ സംഭവിച്ചാൽ ഈ വൈഷ്ണവ ചിന്താഗതിയുടെ അമിത പ്രചാരത്തെ തുടർന്ന് ഒരു ഭാഗം. രണ്ടാം ഭാഗം അഹിംസ പരമോ ധർമ്മ എന്ന
ബൗദ്ധത്തിൻ്റെ പ്രചാരത്തെ തുടർന്ന് മാംസമൊന്നും പാടില്ല എന്നുള്ളൊരു ചിന്താഗതി വ്യാപിച്ചു. അതിൻ്റെ ഫലമാണ്. അതേ സമയത്ത് മാംസം കഴിക്കുന്നത് അത്ര നല്ലതല്ല എന്ന് ഞാൻ പറയും. കഴിക്കണ്ടെന്ന് പറയില്ല. കഴിക്കണ്ടെന്ന് പറയാൻ ഞാനല്ല. മാംസം നമ്മെ സംബന്ധിച്ച് അത്ര നല്ല ആഹാരം അല്ല. എന്താ കാരണം? ഒന്നാമത്തെ കാരണം, നമ്മുടെ ശരീരത്തിൽ ട്രില്യൺ കണക്കിന് കോശങ്ങളാണ്. ട്രില്യൺ കണക്കിന്. നമ്മൾ ചിന്തിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഒക്കെ അവയിൽ നിരന്തരം ഓക്സിഡേഷൻ നടക്കുകയാണ്. അങ്ങനെ കോശങ്ങളിൽ നിരന്തരം ഓക്സിഡേഷൻ നടക്കുമ്പോൾ നമ്മൾ ക്ഷീണിക്കുകയാണ്. അപ്പൊ ഇനിയും നമ്മൾ ഓക്സിഡൻസിനെ കഴിക്കരുത്, ആന്റി ഓക്സിഡൻസിനെ വേണം കഴിക്കുക. ആന്റി ഓക്സിഡന്റ് സസ്യാഹാരമല്ലാതെ മറ്റൊന്നുമില്ല. അത് എല്ലാ സസ്യാഹാരങ്ങളും ആന്റി ഓക്സിഡന്റ് അല്ല. മിക്കവാറും പച്ചവർണ്ണങ്ങളോട് കൂടിയ സസ്യങ്ങളാണ് ആന്റി ഓക്സിഡന്റ്. അതാണ് കഴിക്കേണ്ടത്. അല്ലാതെ ആന്റി ഓക്സിഡന്റ് ഗുളികയാക്കിയിട്ട് വാങ്ങി കഴിച്ചാൽ ഒരിക്കലും ഓക്സിഡൻസ് കഴിക്കരുത്. ഓക്സിഡേഷൻ നടന്നത് വീണ്ടും കഴിക്കരുത്. നമ്മുടെ ശരീരത്തെ രോഗഗ്രസ്തമാണ്. അതുകൊണ്ടാണ് മാംസാഹാരത്തിൽ പോഷകങ്ങൾ, പ്രത്യേകിച്ച് പ്രോട്ടീൻ തുടങ്ങിയവ കൂടുതലുണ്ടെന്ന് പറയാം. പക്ഷേ മാംസം കഴിക്കുന്നവർക്കിടയ്ക്കാണ് രോഗികൾ കൂടുതൽ. രോഗികളിൽ മാംസം കഴിക്കുന്നവരാണ് കൂടുതൽ. ഒരു സംശയമില്ല. അതുകൊണ്ട് സസ്യാഹാരമാണ് മനുഷ്യന് നല്ലത്. രണ്ടാമത്തെ പ്രശ്നം, ആ നാഡീവ്യവസ്ഥ വികസിതമായ ജന്തുക്കൾ, സസ്യങ്ങളെക്കാൾ വികസിതമാണ് മത്സ്യത്തിലൊക്കെ, മത്സ്യത്തിനേക്കാൾ വികസിതമാണ് ആട് തുടങ്ങിയവയിലൊക്കെ, അതിനേക്കാൾ വികസിതമാണ് പശു തുടങ്ങിയവയിലൊക്കെ. അപ്പൊ നാഡീവ്യവസ്ഥ വികസിതമായ ജന്തുക്കളെ സംബന്ധിച്ച് ഒരാൾ തന്നെ കൊല്ലാൻ വരുമ്പോണ്ടാവുന്ന ഭയം, ദുഃഖം, ഇവരെ കൊല്ലാൻ പോവാണെന്ന് നമുക്ക് അസലായിട്ട് അറിയാം. അതോടുകൂടി അവരുടെ ശരീരം മുഴുവൻ ഭയത്താൽ പരിവർത്തനങ്ങൾ, അഡ്രിനാലിൻ്റെ അമിതോൽപാദനം, അത് റീഅബ്സോർബ് ചെയ്യപ്പെടാത്ത സാഹചര്യം, അത് വിഷമായി മാറ്റുന്ന ശരീരത്തെ മുഴുവൻ. ആ വിഷമാണ് നമ്മൾ കഴിക്കുക. അവരുടെ മാനസികമായിട്ട് അവരുടെ ശാപം ഉണ്ടാവും. എത്ര വേദന സഹിച്ചിട്ട് പഠനത്തിൽ അവർ മരിക്കണം. ഇതല്ലേ കഴിക്കുന്നത്? അത്രേ പറയാനുണ്ടോ?